തൃശൂർ മതിലകത്ത് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടി. വെമ്പലൂർ സ്വദേശി റിജേഷ് ആണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചെന്നൈ എയർപോർട്ടിൽ നിന്നും ലുക്കൌട്ട് സർക്കുലർ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 20-ന് വെമ്പലൂർ സ്വദേശി അതുൽ കൃഷ്ണയെ ഇയാൾ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതുൽ കൃഷ്ണയും സുഹൃത്തും ബൈക്കിൽ പോകുമ്പോൾ മറ്റു വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത വിധം പ്രതി കാർ റോഡിൽ നിർത്തിയിരുന്നത് ചോദ്യം ചെയ്തതിലെ മുൻ വിരോധത്തിലായിരുന്നു ആക്രമണം. തൃശൂർ വലപ്പാടിയിൽ യുവാവിനെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. വല്ലത്ത റോഡ് സ്വദേശി റിദിനാണ് പിടിയിലായത്. തൃപ്രയാർ അയോധ്യ ബാറിന് സമീപം വെച്ച നാട്ടിക പള്ളം ബീച്ച് സ്വദേശി അഭിനവിനെ പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ബാറിന് സമീപം അടിപിടി നടക്കുന്നതിനിടെ ഓടി മാറിയപ്പോൾ അഭിനവ് പ്രതികളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ ദേഹത്തേക്ക് വീണതിന്റെ വൈരാഗ്യത്തിലാണ് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. തൃശൂർ കൊടകരയിൽ കാപ്പ ഉത്തരവ് ലംഘിച്ച ഗുണ്ടയെ ജയിലിൽ അടച്ചു. ആലത്തൂർ സ്വദേശി ആദർശിനെയാണ് ജയിലിൽ അടച്ചത്. 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ലംഘിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത്. ആദർശ് 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ബ്രൗൺ ഷുഗറുമായി ഒരാൾ പിടിയിൽ. ബീഹാർ സ്വദേശി മുഹമ്മദ് രാജുവാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 7.174 ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നടത്തിയ റെയ്ഡിലാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത്. നാട്ടിൽ പോയിട്ട് തിരികെ വന്ന പ്രതിയുടെ ഫോൺ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എറണാകുളം പറവൂരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ലഹരി സംഘം. കൗമാരക്കാരെന്ന് തോന്നിക്കുന്ന സംഘം തത്തപ്പള്ളി പാലത്തിന് സമീപത്തെ കടയിലെത്തി ഭീഷണി മുഴക്കി. കട കത്തിച്ചു കളയുമെന്നാണ് ഭീഷണി മുഴക്കിയത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കുകളിലാണ് സംഘം എത്തിയത്. ലഹരി സംഘത്തിന്റെ ശല്യം മൂലം പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃശൂർ ആളൂരിൽ വയോധികനെ ആക്രമിച്ച പ്രതി പിടിയിൽ. വരദനാട് സ്വദേശി ജയനാണ് പിടിയിലായത്. വരദനാട് സ്വദേശി മുകുന്ദനെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു. അമ്പലത്തിലെ ഉത്സവത്തിനിടെ പ്രതി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലാണ് അമ്പലത്തിലെ ജീവനക്കാരനായ മുകുന്ദനെ ആക്രമിച്ചത്. ജയൻ 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. തൃശൂർ ആളൂരിൽ വീടിന് തീയിട്ട കേസിലെ പ്രതി പിടിയിൽ. കുടുപ്പശ്ശേരി സ്വദേശി സുന്ദരനാണ് പോലീസിന്റെ പിടിയിലായത്. 2019 ജൂലൈ 2-നാണ് കേസിന് ആസ്പദമായ സംഭവം. കടുമ്പശ്ശേരി സ്വദേശി പ്രവീണിന്റെ വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കടന്ന പ്രതി ഹാളിൽ ഉണ്ടായിരുന്ന കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ശബരിമല വാർത്തകളിലേക്ക്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി. പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7-ന് ഘോഷയാത്ര പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഡിസംബർ 26-ന് വൈകിട്ട് ശരംകുത്തിയിലെത്തും. തുടർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കുന്ന തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. 27-നാണ് മണ്ഡലപൂജ. മണ്ഡലകാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. ഇന്നലെ 90,000-ന് മുകളിൽ തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് അവധി തുടങ്ങിയാൽ തിരക്ക് കൂടുമെന്നാണ് വിലയിരുത്തൽ. അയ്യപ്പ സന്നിധിയിലെത്തുന്ന ഭക്തർക്ക് അടിയന്തര ഘട്ടത്തിൽ സേവന സന്നദ്ധരായി എമർജൻസി സ്ട്രെച്ചർ ടീം. കാനനപാത വഴി എത്തുന്ന ഭക്തരിൽ അവശത അനുഭവിക്കുന്ന നിരവധി പേർക്കാണ് ഇവർ താങ്ങായത്. കാസർഗോഡ് നിന്ന് 20 പേരാണ് എമർജൻസി സ്ട്രെച്ചർ സംഘത്തിലുള്ളത്.
വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ ലഭിക്കുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാനനപാതയിൽ അകപ്പെടുന്ന ഭക്തരെ ഇവർ അതിവേഗം സ്ട്രെച്ചറിൽ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നത്. നാട്ടിൽ വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന സംഘം തുച്ഛമായ ശമ്പളത്തിലാണ് ഇവിടെ സേവനത്തിനെത്തിയിരിക്കുന്നത്. എല്ലാ മലയാള മാസങ്ങളിലും നട തുറക്കുന്ന സമയത്ത് ശബരിമലയിലെത്തി ജോലി ചെയ്ത് മടങ്ങുമെന്ന് സംഘത്തിലുള്ള ശിവപ്രസാദ് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സേവനം എന്ന രീതിയിലാണ് ഈ പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വെച്ചാൽ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ആൾക്കാരെ വരുന്നുണ്ട്, നടത്തിക്കൊണ്ട് പോകേണ്ട ആൾക്കാരെ വേണ്ടി ഒരാളെ കാണാണ്ട് പോയി തപ്പിപ്പിടിക്കുന്നത് അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പുല്ലുമേട് വഴി വരുന്ന യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഈ മേഖലയിൽ വരുന്ന അപകടങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നതിനപ്പുറമാണുള്ളത്. ആ പുല്ലുമേട് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു കൂടും കാടാണ്. അതിനുള്ളിൽ വലിയ വന്യമൃഗങ്ങളും എപ്പോഴും ഞങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും വന്യമൃഗങ്ങളെ കാണലുണ്ട്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് എമർജൻസി സ്ട്രെച്ചർ ടീമിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. സന്നിധാനത്തേക്കുള്ള യാത്രയിൽ പെരുന്നാട് മുതൽ ലാഹ വിളക്കുവഞ്ച വരെ റോഡിന്റെ ഇരുവശത്തും അയ്യപ്പ ഭക്തർക്കായി പൈനാപ്പിൾ വിൽപ്പന പൊടിപൊടിക്കുന്നു. സമീപ മേഖലകളിൽ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിളിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആവശ്യക്കാരേറെ. അയ്യപ്പനെ കാണാൻ ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന പാതയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും പമ്പയിലേക്ക് പോകുന്ന പെരുന്നാടിനും ലാഹയ്ക്കും ഇടയിൽ വിളക്കുവഞ്ചി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എത്ര വർഷമായി ഈ കച്ചവടം? 10 വർഷത്തോളമായി. ഇത് എവിടെ നിന്നാണ്? ഇത് ഇവിടെ ഹാരിസന്റെ എസ്റ്റേറ്റിൽ അവർ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കൃഷിക്ക് പാട്ടം എടുത്തിട്ടുണ്ട്. അവിടുത്തെ ജലദോന്നും പറഞ്ഞ ഒരു കർഷകന്റെ മേടിക്കുന്നത്. ഞങ്ങൾ 5-8 വർഷമായി കാണും പൈനാപ്പിൾ തന്നെ സീസൺ സമയത്ത് മാത്രമല്ല, ഞങ്ങൾ എല്ലാ മാസവും 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ കച്ചവടമുണ്ട്. 5 ദിവസവും അവർ തന്നെ നമുക്ക് തന്ന് പൈനാപ്പിൾ തന്ന് സഹായിക്കുന്നു. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വരുന്ന നമ്മുടെ മലയാളി അയ്യപ്പന്മാരെക്കാട്ടിലും മലയാളി ഫാൻമാരും വരുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ മാസവും ഉള്ളതുകൊണ്ട് സ്ഥിരം കസ്റ്റമർ ഉണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇങ്ങനെയുള്ള ഫാൻമാരൊക്കെ മാസം വരുന്നവരുണ്ട്. അവരൊക്കെ നമ്മൾ തിരക്കി ഇവിടെ വരും. ഇത് നമ്മുടെ ഈ പഴുത്തേനും പച്ചയ്ക്കും അങ്ങനെ വില വ്യത്യാസം ഉണ്ടോ? എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ വില വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒരേ വിലയ്ക്ക് നമുക്ക് തരുന്നത്. പിന്നെ ഈ പച്ച മാത്രം ഇത് ആന്ധ്രയ്ക്കും തമിഴ്നാട്ടിനും കൊണ്ടുപോകുന്ന ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് പച്ച മാത്രമേ അവർ മേടിച്ചുകൊണ്ട് പോകത്തുള്ളൂ. പഴുത്തത് മേടിച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് എല്ലാം ചീഞ്ഞു പോകും. നേരത്തെ ഈ ഭാഗങ്ങളിലൊക്കെ റബ്ബറിന്റെ ഒക്കെ ഇതൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ റബ്ബർ വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഇടകൃഷിയായിട്ട് പൈനാപ്പിൾ വെച്ചായിരുന്നു. ഈ പൈനാപ്പിൾ തിന്നാൻ മറ്റേ കാട്ടാനശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? തൽക്കാലം ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും വലിയ നാശമൊന്നും ഇല്ല. ഇത് എങ്ങനെ കിലോയ്ക്ക് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? കിലോയ്ക്ക് 40 രൂപ. അവർക്ക് കഴിക്കുന്ന മുറിച്ച് കട്ട് ചെയ്ത് ഉപ്പും മുളകും കൊടുക്കും. ഇവിടെ ഒരു ഇളയ തമ്പുരാട്ടി കാവുണ്ട്. അങ്ങനെ ഐതിഹ്യ പെരുമയാലുള്ള ഒത്തിരി സ്ഥലങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. കൂടി ഈ സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് തനി ജൈവ രീതിയിലുള്ള ഈ പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചു പോകാനുള്ളതാണ്. പെരുന്നാടിനും ലാഹയ്ക്കും ഇടയ്ക്കുള്ള ഈ വിളക്കുവഞ്ചിയിൽ നിന്നും കിലോമീറ്റർ ദൂരം പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പൈനാപ്പിൾ വിൽക്കുന്ന കടകൾ കാണാം. ലാഹ വിളക്കുവഞ്ചിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,700 രൂപ, പവന് 1,01,600 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,525 രൂപ, പവന് 84,200 രൂപ. വെള്ളി ഗ്രാമിന് 220 രൂപ, കിലോ 2,20,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
ഇടുക്കി മൂന്നാറിൽ കരടി ഇറങ്ങിയെന്ന വ്യാജ ഫോട്ടോ മേഖലയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയെന്ന വനംവകുപ്പ്. കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം കരടി ഇറങ്ങിയതായുള്ള ഫോട്ടോ വ്യാപകമായി പ്രചരിച്ചത്. വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ ഗൂഗിളിന്റെ ജെമിനി വഴി കരടിയുടെ ഫോട്ടോ നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വനംവകുപ്പ് മൂന്നാർ പോലീസിൽ പരാതി നൽകി. നിലവിൽ തോട്ടം മേഖലയിൽ കടുവയുടെയും ആനയുടെയും പുലിയുടെ ശല്യമെല്ലാം തന്നെ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഒരു കരടി പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു ഫോട്ടോയെല്ലാം സോഷ്യൽ മാധ്യമങ്ങൾ വഴി വലിയ പ്രചാരണമായിരുന്നു. അപ്പോൾ ഈ മേഖലയിലെ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഭയപ്പെട്ടു എന്ന് വേണം പറയാൻ. പിന്നീടാണ് അത് മനസ്സിലായത് അതൊരു AI ക്രിയേഷനാണ്. ഈ ഫോട്ടോ എടുത്ത് ആരാണ്ട് AI ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു കരടി നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ പല മാധ്യമങ്ങൾ വഴി വന്നു. ഈ മേഖലയിലെ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഭയന്നു എന്ന് വേണം പറയാം, അല്ലേ? അതെ അതെ, ഇവിടെ പേടിയായിരുന്നു. ആദ്യം എന്നെ വിളിക്കുന്നത് ഇവിടുത്തെ മെമ്പർ ശിവകുമാറാണ്. അണ്ണൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ പുറത്താണ്, കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇവിടെ കയറി വരാൻ പേടിച്ചു. വീട്ടിൽ വിളിച്ചു, ഇങ്ങനെ കരടി ഉള്ളതായിട്ട് പറയുന്നു, പുറത്തിറങ്ങരുത്, ഒരു ലൈറ്റും എൻ്റെ മകനെ വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ആ സമയത്താണ് പിന്നെ ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് അങ്ങനെ ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ അത് സത്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടി. കാരണം ഇവിടെ ആനയുണ്ട്, ഇവിടെ പുലിയുണ്ട്, മറ്റ് മൃഗശല്യമുള്ള ഒരു സ്ഥലത്താണ്. ഇങ്ങനെ ഇതും കൂടി കേട്ടപ്പോൾ ആകെ തളർന്നുപോയി. യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പാടില്ല, അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. ഇന്നലെ അതുകൊണ്ട് നേരത്തെ വീട്ടിൽ കയറിയില്ലേ? ഇന്നലെ അതുകൊണ്ട് നേരത്തെ വീട്ടിൽ കയറി എന്നോട് പറഞ്ഞു, ദയവേത് ഇനി നേരത്തെ പോലെ 10 മണി 12 മണിക്ക് ഇവിടെ വരണത് 6 മണിക്ക് തന്നെ വീട്ടിൽ വരണം എന്ന് എൻ്റെ വീട്ടിൽ പേടിച്ച് പറഞ്ഞിരിക്കുക. ഏതായാലും വനംവകുപ്പ് ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും വനംവകുപ്പിന്റെ വിശദീകരണം കൂടെ നമുക്ക് തേടേണ്ടിയിരിക്കുന്നു. ഏതായാലും വനംവകുപ്പ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ക്രിയേഷൻ ആയിട്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പം നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇപ്പം വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്നു, ഞങ്ങളുടെ ജോലിഭാരം കൂടുന്നു. അപ്പം ഇത്തവണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കും, കർശനമായ നടപടി സ്വീകരിക്കും. ഇവിടെ പ്രചരിപ്പിച്ച ഏതാനും ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പം നമ്മൾ അതിന്റെ തുടർ നടപടി ഉറപ്പായിട്ട് സ്വീകരിക്കും. ഏതായാലും വനംവകുപ്പിന്റെ വിസ്തീർണത്തിൽ ഈ വ്യാജപ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കണ്ണൂർ കൂത്തുപറമ്പ് റെൻസ്ഫെഡ് 5ാമത് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് SI വിപിൻ TM ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് രാജാസ് മിനി ഹാളിൽ നടന്ന പരിപാടിയിൽ LSD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഫീർ എസ് കരിക്കോട് മുഖ്യാതിഥിയായി. കെട്ടിട നിർമ്മാണ മേഖലയിലെ സാധന സാമഗ്രികളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു.